ഹായ് മൈ ഫ്രണ്ട്സ്, ദിസ് ഇസ് അമീർ ഷാ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന മറ്റൊരു മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ടാറ്റ ഗ്രൂപ്പിൻ്റെ മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ICICI ബാങ്ക്, HDFC പോലെ ജനങ്ങൾക്ക് ഏറ്റവും അധികം റിട്ടേൺ നൽകുന്ന നല്ലൊരു AMC ആണ് ടാറ്റ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ടാറ്റയുടെ ഒരു പുതിയ മ്യൂച്വൽ ഫണ്ടിനെ നമ്മൾ പരിചയപ്പെടുത്തുന്നതിൻ്റെ പേരാണ് ടാറ്റ നിഫ്റ്റി 200 ആൽഫ 30 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. ഇതിൽ ഈ പേരിൽ കുറേ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ടാറ്റ നിഫ്റ്റി 200 ആൽഫ 30 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ ദർ ആർ ലോട്ട് ഓഫ് എലമെൻറ്റ്സ് ഇൻവോൾവ് ഇൻ ഇറ്റ്. നമുക്ക് BSE 30 അതല്ലെങ്കിൽ നിഫ്റ്റി 50 എന്നതുപോലെ എന്താണ് നിഫ്റ്റി 200 ആൽഫ 30 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊരു സെലക്ഷൻ ക്രൈറ്റീരിയ ആണ്. ഒരു ഫണ്ട് മാനേജർ അദ്ദേഹത്തിൻ്റെ ഫണ്ടിലേക്ക് വേണ്ട കമ്പനികളെ എങ്ങനെ സെലക്ട് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു പ്രോട്ടോക്കോളാണ് ഈ ടൈറ്റിൽ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് നമ്മൾ BSE 30 ഒരു കമ്പനി എടുക്കുമ്പോഴും നിഫ്റ്റി 50 ഒരു കമ്പനി എടുക്കുമ്പോഴും നിഫ്റ്റി അല്ലെങ്കിൽ BSE 200 BSE 500 എന്നെല്ലാം പറഞ്ഞ് കമ്പനികളെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിന് അർത്ഥം ആ കമ്പനികളുടെ പ്രൊഫൈലുകളിൽ വരുന്ന മാറ്റമാണ്. പ്രൊഫൈലിൽ മാറ്റം വരുന്നു എന്ന് ചോദിച്ചാൽ ആ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ മാർക്കറ്റിലെ അവരെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ്, അവരെ അക്യൂറസി, അതുപോലെ തന്നെ ധാരാളം ഘടകങ്ങൾ അതുമായി ഇൻവോൾവ്ഡ് ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റിൽ ഓരോ കമ്പനിയും BSE 30 വരണോ, നിഫ്റ്റി 50 വരണോ, BSE 200 വരണോ, BSE 500 വരണോ എന്നെല്ലാം തീരുമാനിക്കുന്നത്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നിഫ്റ്റി എന്ന് പറയുന്നതും BSE 200 എന്ന് പറയുന്നതും രണ്ട് ക്ലാസിഫിക്കേഷൻ ആണെങ്കിൽ പോലും ഇതിൽ രണ്ടിലും വരുന്ന കമ്പനികളുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൽ വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിഫ്റ്റി 50 നിക്ഷേപം നടത്തുന്നതെങ്കിൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് വളരെയധികം പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു എന്നതാണ് ഏറ്റവും കാര്യമായ ലാഭം. അതായത് നാളെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇല്ലാതാവുന്ന ഒരവസ്ഥയോ അതല്ലെങ്കിൽ അത് ഡ്രാസ്റ്റിക്കലി ഇല്ലാതാവുന്ന അവസ്ഥയോ വില കുറഞ്ഞു വരുന്നൊരവസ്ഥയോ ഇതൊന്നും നിഫ്റ്റി 50 നിക്ഷേപങ്ങൾക്ക് വരുന്നില്ല. അതാണ് അതിൻ്റെ ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ എന്ന് പറയുന്നത്. അതേ അവസരത്തിൽ ഒരു BSE 200 കമ്പനിയിലാണ് നിങ്ങൾ നിക്ഷേപിക്കുന്നത് എങ്കിൽ അതിൽ നിന്ന് ലഭിക്കുന്ന ഒരു ലാഭം ഒരു പക്ഷെ നിങ്ങൾക്ക് നിഫ്റ്റി 50 ലഭിക്കുകയില്ല. കാരണം ലാഭത്തിന് പകരം അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ക്യാപിറ്റൽ പ്രൊട്ടക്ഷനാണ്. സോ പീപ്പിൾ ദേ ആർ റിയലി ലുക്കിംഗ് ഫോർ ക്യാപിറ്റൽ പ്രൊട്ടക്ഷൻ പ്ലസ് ക്യാപിറ്റൽ ഗ്രോത്ത് എന്നാണ് നിങ്ങളുടെ ഒരു criteria എങ്കിൽ we will never recommend you to invest in any other companies except BSE 30 or Nifty 50. അതായത് വളരെ സുരക്ഷിതമായൊരു നിക്ഷേപമാണ് ഓഹരി നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ, നിങ്ങളുടെ ക്യാപിറ്റൽ ഒരിക്കലും ചോർന്നു പോകരുത് എന്നാണ് നിങ്ങളുടെ താല്പര്യമെങ്കിൽ then you have to select Nifty 50 or BSE 30 index. പക്ഷേ ഇതിലേക്ക് വരുമ്പോൾ, ഒരു മ്യൂച്വൽ ഫണ്ടിലേക്ക് വരുമ്പോൾ, ഒരു നിഫ്റ്റി 50 നിക്ഷേപിച്ചുകൊണ്ട് നമുക്ക് കാര്യമായൊരു ലാഭം നേടിത്തരാൻ ഫണ്ട് മാനേജർക്ക് കഴിയില്ല. കാരണം ഓപ്പറേഷൻ കോസ്റ്റ്, അതുപോലെ AMC പ്രോഫിറ്റബിലിറ്റി എന്താണെങ്കിലും അതിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇൻവെസ്റ്റർക്ക് നമുക്ക് കാര്യമായൊരു ലാഭവും കൊടുക്കണമെങ്കിൽ തീർച്ചയായും അത്തരം ഫണ്ടുകൾ എബവ് 25% പെർഫോം ചെയ്യണം. ഒരു 25% ഗ്രോത്ത് നിങ്ങളുടെ നിക്ഷേപത്തിൽ വർഷാവർഷം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ യു ഹാവ് ടു മൂവ് ദ ഫണ്ട് ഔട്ട് ഓഫ് നിഫ്റ്റി 50 ഇൻഡെക്സ്. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റാണ് BSE 100 അല്ലെങ്കിൽ നിഫ്റ്റി 100, നിഫ്റ്റി 200 എന്നെല്ലാം പറയുന്നത്. നിഫ്റ്റി 200 പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു വലിയ പ്രോസ്പെക്ടസ് എന്താണെന്ന് വെച്ചാൽ ദർ ഇസ് എ ഹ്യൂജ് possibility for high return. This is the first point. Second, ഈ നിഫ്റ്റി 200 എടുത്തു കഴിഞ്ഞാൽ തന്നെ
ഈ ഫണ്ട് മാനേജർ ഒരിക്കലും ഈ 200 കമ്പനികളിൽ നമ്മുടെ നിക്ഷേപം നടത്താൻ പോകുന്നില്ല. മറിച്ച് ഈ 200 കമ്പനികളിൽ നിന്നും സെലക്ട് ചെയ്യുന്ന 30 കമ്പനികളെ എടുത്തുകൊണ്ട് ആ 30 കമ്പനികളിലാണ് ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നത്. അതായത് നിഫ്റ്റി 200 ആൽഫ 30 ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ the fund manager is first of all is going to take Nifty 200 index. From that 200 index, he will select 30 companies according to his profile, the profile which he is trying to get. അപ്പോൾ ഈ ഫണ്ട് മാനേജർ ഡിമാൻഡ് ചെയ്യുന്ന പ്രകാരം അതിൻ്റെ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്ന 30 കമ്പനികളെ തിരഞ്ഞെടുത്തുകൊണ്ട് ആ കമ്പനികളിൽ മാത്രമാണ് ഈ ഫണ്ടിലെ ക്യാഷ് ഈ ഫണ്ട് മാനേജർ നിക്ഷേപിക്കാൻ പോകുന്നത്. ദിസ് ഈസ് ദ ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ഇൻ ദിസ് മ്യൂച്വൽ ഫണ്ട്. മുമ്പ് നമ്മൾ പറഞ്ഞിരുന്നു പിന്നെ ബിസിനസ് സൈക്കിൾ ഫണ്ട് എന്ന് പറഞ്ഞിരുന്നു. ബിസിനസ് സൈക്കിൾ ഫണ്ട് എന്ന് പറയുമ്പോൾ ദാറ്റ് ഫണ്ട് വിൽ കീപ്പ് ഓൺ മൂവിങ് ടു അനദർ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ നിഫ്റ്റിയിലെ 200 കമ്പനികൾ എന്ന് പറയുമ്പോൾ അത് എല്ലാ വർഷവും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ മാറിയാൽ പോലും വലിയ മാറ്റങ്ങൾക്ക് വിധേയമാവാത്ത അതിൽ സസ്റ്റെയിൻ ചെയ്യുന്ന 30 കമ്പനികളെ എടുത്തുകൊണ്ട് അത്തരം കമ്പനികളിലാണ് ഈ ഫണ്ട് നിക്ഷേപത്തിന് വരുന്നത് എന്നർത്ഥം. സോ ടാറ്റ AMC എടുത്തു കഴിഞ്ഞാൽ I like Tata mutual funds first of all. Balanced Advantage Fund of Tata Group is highly performing. കാരണം നിക്ഷേപകർക്ക് ഏറ്റവും അധികം പ്രോഫിറ്റ് നൽകിയ ഒരു മ്യൂച്വൽ ഫണ്ടാണ് ടാറ്റയുടെ ബാലൻസ്ഡ് അഡ്വാൻറ്റേജ് ഫണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഡെപ്റ്റ് ഫണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ ആൾമോസ്റ്റ് ഒരു ബാങ്ക് ഇൻട്രസ്റ്റ് പോലെ ഒരു തെറ്റില്ലാത്ത ലാഭം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് 10%, 12%-ലേറെ ടാറ്റയുടെ ഡെപ്റ്റ് ഫണ്ടുകൾ പെർഫോം ചെയ്യുന്നില്ല. പക്ഷേ മറ്റ് ഡെപ്റ്റ് ഫണ്ടുകളെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ സ്റ്റിൽ ദാറ്റ് ഫിഗർ ഈസ് ഗുഡ്. സോ ടാറ്റയുടെ ഡെപ്റ്റ് ഫണ്ടുകളുടെ ഫിഗർ ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ്, ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുമായി കമ്പയർ ചെയ്യുമ്പോൾ ദാറ്റ്സ് ഫാർ ബിഹൈൻഡ്. പക്ഷെ മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകളുടെ ഡെപ്റ്റ് ഫണ്ടുകൾ എടുത്തു കഴിഞ്ഞാൽ സ്റ്റിൽ ടാറ്റ ഡെപ്റ്റ് ഫണ്ട്സ് ആർ ഡൂയിങ് വെൽ. ഇനി ഇവിടെ നമുക്ക് ഈ ഫണ്ട് നിക്ഷേപത്തിന് തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് കൂടി നോക്കണം. ഈ ഫണ്ട് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദിസ് ഫണ്ട് വിൽ ജനറേറ്റ് മോർ ദാൻ 40% റിട്ടേൺ ടു ദ ഇൻവെസ്റ്റർ. കാരണം നിഫ്റ്റി 200 നിന്നുള്ള കമ്പനികളെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ എടുക്കുന്നത്. അതിൽ തന്നെ മേജർ 30 കമ്പനികളെ എടുത്തുകൊണ്ട് ഈ മേജർ 30 കമ്പനികൾ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് സെക്ടറുകളാണ്. ഒരു പക്ഷേ അത് 15 സെക്ടർ ആവാം, അതല്ലെങ്കിൽ അത് 30 സെക്ടറിൽ നിന്നും 30 കമ്പനികളെ വേർതിരിച്ചെടുക്കുന്ന ഒരു പ്രോസസ് ആവാം. ദാറ്റ് ഈസ് ആസ് പെർ ഹിസ് ക്രൈറ്റീരിയ. വി ആർ നോട്ട് ഏബിൾ ടു ടോക്ക് അബൌട്ട് ഇറ്റ്. പക്ഷേ എങ്കിലും ദർ വിൽ ബി 30 കമ്പനീസ് ഇൻ ഇറ്റ്. ഈ 30 കമ്പനികളിലാണ് നിക്ഷേപിക്കാൻ പോകുന്നത്. സോ ഈ NFO എന്ന് പറയുന്നത് 2 സെപ്റ്റംബർ വരെ നിങ്ങൾക്കത് അവൈലബിൾ ആണ്. 19th ഓഗസ്റ്റ് മുതൽ 2 സെപ്റ്റംബർ വരെ നിങ്ങൾക്കത് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. വി ആസ് Equity India Research, we are going to invest. We didn't invest it. We are going to invest in this, and also we are trying to communicate this message to our friends that you also consider this mutual fund to invest. Nifty 200 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ടാറ്റയുടെ എത്തിക്കൽ ഫണ്ട് ധാരാളം ആളുകൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റ് കമ്മ്യൂണിറ്റി അത് നന്നായി ഉപയോഗിച്ചിട്ടുണ്ട്. അവർക്ക് നല്ല പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട്. എൻ്റെ ധാരാളം ഫ്രണ്ട്സ് അത് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ അതിൽ നിന്ന് ധാരാളം ലാഭം എടുത്തതായിട്ട് എനിക്ക് ഇൻഫർമേഷൻ ലഭിച്ചിട്ടുണ്ട്. സോ അതുപോലെ തന്നെ നമുക്ക് പരിഗണിക്കാവുന്ന ഒരു നല്ല മ്യൂച്വൽ ഫണ്ടാണ് ടാറ്റയുടെ ഇക്വിറ്റി ലിങ്ക്ഡ് നിഫ്റ്റി 200 ആൽഫ 30 ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്നത്. സോ ഇതിൽ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ നിക്ഷേപത്തിന് വളരെ നല്ല പ്രോഫിറ്റ് ഉണ്ടാവുമെന്നാണ് നമ്മുടെ റിസർച്ചുകൾ പറയുന്നത്. കാരണം BSE 200 നിന്നും എടുക്കുമ്പോൾ അതിന്
പ്രോഫിറ്റ് മാർജിൻ കൂടാൻ ചാൻസസ് വളരെ കൂടുതലാണ്. അതിൽ തന്നെ സെലക്ഷൻ ക്രൈറ്റീരിയ 30 കമ്പനികൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും പ്രോഫിറ്റ് മേക്കിംഗ് ആയിട്ടുള്ള സസ്റ്റൈനബിൾ ബിസിനസ്സാണ് അവർ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. സോ ഇത് രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഈസ് ആൾമോസ്റ്റ് ഗ്യാരണ്ടീഡ്. ദിസ് ഈസ് ദ വേ ഹൗ ദ കൺസെപ്റ്റ് ഈസ് വർക്കിംഗ്. സോ മൈ ഫ്രണ്ട്സ്, if you have money in hand, if you are willing to invest in mutual fund, and if you really trust our reviews and recommendations, you can think of investing in Nifty 200 Alpha 30 Index of Tata Mutual Fund. This is available till 2nd September 2024. Today we are on 23 August 2024. We have enough time. So think of it, and if you have any doubt, let me know, and I will try to answer you. അതുപോലെ തന്നെ ഏതെങ്കിലും മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക കമ്പനിയെ കുറിച്ചോ അതല്ലെങ്കിൽ ഒരു പ്രത്യേക കമ്പനിയുടെ ഷെയറിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റിനെ കുറിച്ചോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ you just try to WhatsApp me and I will try to answer you. Maybe that will be we'll try to answer you in a video format, or we'll answer you in WhatsApp itself. ഏതാണ് നമുക്ക് സൗകര്യം അതുപോലെ നമ്മൾ ചെയ്യും. കാരണം വീഡിയോയിൽ നമ്മൾക്ക് വരുന്നത് 5-10 മിനിറ്റ് നമ്മുടെ വർക്കിൻ്റെ ഇടയിൽ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ we are trying to utilize that time for our friends and friend circle. That's it. So see you again. Thank you very much.